സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണിൽ പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് റാന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരോടുള്ള പ്രഭാതവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇത് വേദപുസ്തകം പരിചയമുള്ളവർക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം ലോകത്തിലുള്ള അനേകർ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ ഭാഗം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർപ്പിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജനന തീയതി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും യേശുക്രിസ്തു മനുഷ്യനായിട്ട് ജഡാവതാരം എടുത്ത് ഭൂമിയിൽ വന്നു എന്നുള്ളത് ഒരു സത്യമായ വസ്തുത തന്നെയാണ്. ലോകചരിത്രത്തെ രണ്ടായിട്ട് വേർതിരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കാലാതീതനായ ദൈവം കാലത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വലിയ സംഭവമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനം. ഇവിടെ ഈ വായിച്ച വേദഭാഗത്തിലേക്ക് നാം നോക്കുമ്പോൾ ജോസഫും മറിയയും, പൂർണ്ണ ഗർഭിണിയായ മറിയയും കൊണ്ട് അവരുടെ സ്വന്തം സ്ഥലമായ നസറേത്തിൽ നിന്ന് യഹൂദിയയിലെ ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ച് വളരെ ക്ലേശപൂർണമായ ഒരു യാത്രയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഏകദേശം 180 കിലോമീറ്റർ യാത്ര ചെയ്ത് അവർ യഹൂദിയയിലെ ബേത്ലഹേമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ആ ഔഗസ്തോസ് കൈസറുടെ ആജ്ഞ ഒരു പുറപ്പെട്ടു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഓരോരുത്തൻ സ്വന്തം സ്ഥലത്ത് പോയി അവരുടെ ആ പേർവഴി ചാർത്തേണം എന്നുള്ള ആ വലിയ കൽപ്പന പുറപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസഫും ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ടു. പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ടവരുടെ യാത്രയിൽ എത്രമാത്രം ഒരു ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ച് കാണും എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതാ യഹൂദിയയിലെ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള അവർക്ക് തങ്ങുവാനായിട്ട് ഒരു വഴിയമ്പലത്തിൽ ആ സ്ഥലത്തേക്ക്, ആ സത്രത്തിലേക്ക് ചെന്ന് അവർ പലപ്പോഴും പല വാതിലുകളിലും അവർ മുട്ടി നോക്കി. എന്നാൽ അവർക്ക് അവിടെയൊന്നും ഇടം കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതാണ് ഇവിടെ വായിക്കുന്നത്. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ്. ഇന്ന് രാവിലെ സമയം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. നമുക്കറിയാം, ഈ ജനിച്ച കുഞ്ഞ് എന്ന് പറയുന്നത് യെശയ്യാപ്രവചനം 9:6 വായിക്കുന്നത് പോലെ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. സാക്ഷാൽ ദൈവം, ഈ അഖിലാണ്ടത്തെ മുഴുവനും ചമച്ചവനായ മഹാദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായി അവതരിച്ചു. എന്നാൽ അവന് കിടക്കുവാനൊരു ഇടമില്ലായിരുന്നു. ഇവിടെ വായിക്കുന്നത്, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. കെ.വി. സേമൻ സാറ് പാടിയിട്ടുണ്ടല്ലോ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ നീ ക്ലിഷ്ടമാം കിടപ്പ് കണ്ടിതോ. ഇവിടെ ഇതാ ഒരു കീറ്റുശീലയിൽ ചുറ്റപ്പെട്ടവനായിട്ട് മഹാദൈവം മനുഷ്യനായിട്ട് വന്നപ്പോൾ പുൽത്തൊട്ടിയിൽ അവനെ കിടത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ യേശു കർത്താവ്
മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന ലോകരക്ഷകൻ എത്രമാത്രം താണു എന്നുള്ളത് ഇന്ന് രാവിലെ സമയം ഓർക്കുവാനും അവിടുത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും നമുക്കിടയായി തീരട്ടെ. ഇവിടെ വായിക്കുന്നത്, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ്. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ല, അവർക്ക് ലഭിച്ചില്ല. പലപ്പോഴും പല വാതിൽ അവർ മുട്ടിക്കാണും. എന്നാൽ അവർക്ക് വളരെ ദരിദ്രരായിരുന്ന ഈ കുടുംബം, അല്ലെങ്കിൽ വളരെ ക്ഷീണിതയായ ഈ മറിയ എന്ന പൂർണ്ണ ഗർഭിണിയായ ആ യേശു കർത്താവിൻ്റെ ആ അമ്മയെ അവിടെ നിന്ന് ആ നിലയിൽ ഒന്ന് ഉൾക്കൊള്ളുവാൻ അവർക്ക് ഇടമില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് രാവിലെ സമയം നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്, ഈ ലോകത്തിലേക്ക് യേശു കർത്താവ് വന്നപ്പോൾ, അല്ലെങ്കിൽ യേശുവിന് ജനിക്കുവാനൊരു നല്ല സ്ഥലമില്ലായിരുന്നു എന്നാണ്. എന്നാൽ നമുക്ക് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സദൃശവാക്യം 23-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? മകനെ, നിന്റെ ഹൃദയം എനിക്കായിട്ട് തരിക എന്നാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു കർത്താവിന് പാർക്കുവാൻ, അല്ലെങ്കിൽ അവന് ഒരു നല്ല ഇടം ലഭിച്ചില്ല. വഴിയമ്പലത്തിൽ സ്ഥലം ഇല്ലായ്കയാൽ എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന് ഒരു നല്ല സ്ഥലം കിട്ടിയില്ല. ആ യേശു കുഞ്ഞിനെ അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല ഇടം കിട്ടാഞ്ഞതുകൊണ്ട് പശുത്തൊട്ടിയിൽ ആ കുഞ്ഞിനെ കിടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് യേശു കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളോടും ചോദിക്കുന്നൊരു കാര്യമാണ്, മകനെ, നിന്റെ ഹൃദയം എനിക്കായിട്ട് തരുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ വെളിപ്പാട് പുസ്തകം 3:20 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് വേറൊരു ആശയത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും നാം സുവിശേഷം പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഇന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഈ യേശു കർത്താവിന് ഒരു ഇടം കൊടുക്കുവാൻ, ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന് ജനിക്കുവാൻ ഒരു നല്ല ഇടം ലഭിച്ചില്ല എങ്കിലും ഇന്ന് ഓരോ മനുഷ്യൻ്റെയും ഹൃദയവാതിൽക്കൽ നിന്ന് യേശു കർത്താവ് മുട്ടി വിളിക്കുകയാണ്. പ്രിയ മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്കായിട്ട് തരുമോ? ആ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് യേശു കർത്താവ് മുട്ടുകയാണ്. പ്രിയ ദൈവമക്കളെ, കാലാകാലങ്ങളിൽ ഈ യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, ദൈവമക്കളായി തീരുവാൻ, ആ വലിയ സന്തോഷം നമുക്കിന്ന് അനുഭവിക്കുവാനായിട്ടിടയായിത്തീർന്നു. ലോകം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കാലാകാലങ്ങളിൽ ഈ യേശു കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവമക്കളായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 പത്രോസ് 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാവം ഇങ്ങനെ പറയുന്നു, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നമ്മുടെ ജീവിതത്തിൽ ഈ യേശു കർത്താവിന് ലോകം ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുവെങ്കിലും, യഹൂദന്മാര് യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുവെങ്കിലും, ഈ യേശു ക്രിസ്തുവിനെ ആര് ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവന് നിത്യമായ രക്ഷയുണ്ട്, നിത്യമായ സമാധാനമുണ്ട്. ഈ യേശു കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ ക്രിസ്തുവിനോടുകൂടെ നിത്യമായി വാഴുവാൻ ദൈവം നമുക്ക് അതിനുള്ള അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിച്ച് അവൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് അവിടുത്തെ വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.